വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്. ഇതിനായിട്ട് ഞാൻ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. കസവിൻ്റെ ബോർഡറൊക്കെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. നീളവും വീതിയും. നീളം അതായത് ലെന്ത് എടുത്തിരിക്കുന്നത് 22 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 40 ഇഞ്ചുമാണ്. അത് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, കുറച്ചുകൂടെ ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 40 ഇഞ്ച് നീളവും 40 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമുള്ള 2 പീസ് ക്ലോത്താണ്. ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും വേണ്ടിയിട്ടാണ് 2 പീസ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇനി ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതും സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈനിങ് കൂടി എടുക്കുന്നുണ്ട്. ബോഡിയോട് ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അതും സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കാം. ഇനി നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ബാൻഡിൻ്റെ വീതിയായിട്ട് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളവുമുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇലാസ്റ്റിക്കാണ് ഇവിടെ വെക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ ലെന്ത് എത്രയാണെന്ന് നോക്കാം. 22 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തേക്കുന്നത്. 22 ഇഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഫസ്റ്റ് നമ്മൾ 2 പാർട്ടും കൂടെ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തും 2 ലൈനിങ് ക്ലോത്തും ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ സാറ്റിൻ ക്ലോത്തിന് ഫ്രിൽ ഇടുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. മെയിൻ ക്ലോത്തിന് ഇപ്പോൾ ഫ്രിൽ ചെയ്യുന്നില്ല. ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ മെയിൻ ക്ലോത്തിന് ഫ്രിൽസ് ഇടുന്നുണ്ട്. ഫ്രിൽസ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ബാൻഡ് റെഡിയാക്കുകയാണ്. ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് വെച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം ബാൻഡിലേക്ക് വെച്ച് ഞൂറ് വിട്ട് കൊടുക്കുക.
ഫസ്റ്റ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് സാറ്റിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുകയാണ്. സാറ്റിൻ ക്ലോത്തിൻ്റെ നല്ല വശം, ഗ്ലൈസിങ് ഉള്ള പോർഷനാണ് ക്ലോത്തിൻ്റെ നല്ല വശം. അത് മറ്റ് മെയിൻ ക്ലോത്തുമായിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കത്തക്ക രീതിയിൽ വെച്ചിട്ട്, അത് ഓൾറെഡി ഫ്രില്ലിട്ട് വെച്ചാണ്, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് ചേർക്കുക. അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ പുറമേ ഉള്ള സൈഡ് ഇങ്ങനെയായിരിക്കും, ബാക്കിലുള്ള സൈഡിൽ ഇതായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണം നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ച് പിടിപ്പിക്കാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് അകവും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിക്കോളും. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ജോയിൻ ചെയ്ത് എടുക്കുക. ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും, നല്ല ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.